രാജ്യത്തിനാകെയുള്ള സംശയം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു, ഇന്ത്യയിലെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. അത് ദൂരീകരിക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം ഉപരാഷ്ട്രപതിയായിട്ടുള്ള ധൻഖറിനാണുള്ളത്. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. ചെയ്യാൻ ആ BJP-യും സംഘപരിവാർ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും അത് അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്. അപ്പോൾ ജയറാം രമേശിനെ പോലെയുള്ള ആളുകൾ ഇവിടെ ജഗ്ദീപ് ധൻഖറിന് അനുകൂലമായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലപാട് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന് വിടവാങ്ങൽ പ്രസംഗത്തിന് അവസരം കൊടുക്കണമെന്ന് പറയുന്നു. അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അഭിപ്രായമില്ല, അനീതി കാണിച്ച ഉപരാഷ്ട്രപതിയായിരുന്നു, ഒരു രാജ്യസഭാ ചെയർമാൻ എന്നുള്ള നിലയിൽ എന്ന അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. രാഹുൽ ഗാന്ധിയെ തന്നെ വിമർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി ഏറ്റുമുട്ടിയിട്ടുള്ള ആളാണ് ജഗ്ദീപ് ധൻഖർ. അപ്പൊ അദ്ദേഹം എന്തിന് രാജിവെച്ചു എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് കൺസേൺ ഉണ്ടോ? ഇതിനകത്ത് കോൺഗ്രസിൽ രണ്ടഭിപ്രായം എന്ന് പറയുന്ന വ്യാഖ്യാനം തന്നെ ശരിയല്ല. ഒന്നാമത്തെ കാര്യം, ഉപരാഷ്ട്രപതി പദവിയിലിരിക്കുന്ന സന്ദർഭത്തിൽ ആ പദവിയിൽ വരാൻ BJP RSS സംവിധാനങ്ങളാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്, അവസരം കൊടുത്തത്. സ്വാഭാവികമായി ആ രാഷ്ട്രീയ പ്രതിബദ്ധതയുടെ ഭാഗമായി ഭരിക്കുന്ന സർക്കാരിന് വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി എതിർത്തിട്ടുണ്ട് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ജനാധിപത്യ ക്രമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരഭിപ്രായമാണ്. അത് രണ്ടഭിപ്രായമല്ല. എന്നാൽ ഈ സമയത്തൊരു വിടവാങ്ങലിന് പോലും അവസരം കൊടുക്കാതെ ഒരു സഭാ നടപടികളുടെ തുടക്ക ദിവസം രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് പറയുമ്പോൾ അതിലൊരു ദുരൂഹതയുണ്ട്. അത് രണ്ടഭിപ്രായം അല്ലാതെ അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ളൊരു ചോദ്യം തന്നെ അഭിലാഷിൻ്റെ തെറ്റാണ്. ഞങ്ങളെ എതിർത്തിട്ടുണ്ട്, ആ എതിർത്തിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ടേ. പക്ഷേ ഇന്ത്യ ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത അനവസരത്തിലൊരു രാജി ഉണ്ടാകുമ്പോൾ അത് ഒരു നല്ല രീതിയിലുള്ള, ഇപ്പം സ്വാഭാവികമായി എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നിയമസഭാ സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ, വൈസ് പ്രസിഡന്റ്, രാഷ്ട്രപതി എന്ന് പറയുന്ന ആളുകളെയൊക്കെ ഭരണപ്രതിപക്ഷ വ്യത്യാസ കാര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ വിയോജിക്കുമെങ്കിൽ പോലും അവർക്ക് കൊടുക്കുന്ന ഒരു പരിഭാവനത്വം, ആ പരിഭാവനത്വം കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കാമായിരുന്നു. ആരോഗ്യ പ്രശ്നമാണെങ്കിൽ ആരെങ്കിലും കുറ്റം പറയുമോ? അതിലൊരു ദുരൂഹത ആരോപിക്കുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം എന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു? അദ്ദേഹത്തിന് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാൻ, ആ വിടവാങ്ങൽ പ്രസംഗത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷത്തു നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാവും. ആ ചോദ്യം ചോദിക്കുന്നു എന്നതുകൊണ്ട് ഇന്നലകളിൽ ഞങ്ങൾ എതിർത്തില്ലേ, അല്ലെങ്കിൽ നിങ്ങളെ എതിർത്തില്ലേ, അത്തരം വ്യാഖ്യാനങ്ങൾക്കൊന്നും കാര്യമില്ല. അത് മാത്രമല്ല, ആർട്ടിക്കിൾ 143 പ്രകാരം ഈ ഇന്ത്യയിൽ അത് ഉപരാഷ്ട്രപതി ആയാലും രാഷ്ട്രപതി ആയാലും ഏതൊരു പൗരനായാലും അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടപെടാനുള്ള റൈറ്റ് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയായിട്ടുള്ള സുപ്രീം കോടതിക്കുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ ഈ രാജിവെക്കുന്ന ദിവസത്തെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. രാജിവെക്കുന്ന ദിവസത്തെ പ്രത്യേകത എന്താ? നമുക്കറിയാം, തമിഴ്നാടുമായി ബന്ധപ്പെട്ട് സമയബന്ധമായി നടപ്പിലാക്കേണ്ട ബില്ലുകളിന്മേൽ അത് ബോധപൂർവം ഗവർണർ പിടിച്ചു വയ്ക്കുന്നു എന്നൊരു പറയുന്ന വിഷയം ഉണ്ടാകുന്നു, അറിയാമല്ലോ. അതിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു ഉത്തരവുണ്ടാകുന്നു. ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എങ്ങനെയാണത് നേരിടേണ്ടത്, അതിന് നടപടിക്രമം ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വിധേയമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രപതിയാണെങ്കിലും ഉപരാഷ്ട്രപതിയാണെങ്കിലും കോടതികളാണെങ്കിലും മറ്റു ഭരണാധികാരികളാണെങ്കിലും എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്, എങ്ങനെയാണ് അതിനോട് സമീപിക്കേണ്ടത്? ആ സമീപിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പ്രശ്നമായി മാറുമ്പോൾ, ആ ഭരണഘടനാ പ്രശ്നമായി മാറുമ്പോൾ കോടതിക്കുള്ള അധികാരം കോടതി വിനിയോഗിച്ചുകൊണ്ടാണ് ഗവർണറുടെ നടപടി പെട്ടെന്ന് 3 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണമെന്ന് വിധി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഉണ്ടാകണം. ആ റിവ്യൂ ഉണ്ടാകണമെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്രപതി ഭവൻ ഇടപെടേണ്ടത്? അത് റെഫറൻസ് കൊടുക്കണം. ഈ സംഭവം രാജി നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം സുപ്രീം കോടതിയിൽ നടക്കുന്ന നടപടിക്രമം എന്താ? അതിനുവേണ്ടി സുപ്രീം കോടതി പ്രത്യേകമായ ഒരു ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ നിയമപരമായ തർക്കങ്ങളിലേക്ക് പോകുന്നു. ഈ കോടതിയുടെ ഒരു വിധി, അതായത് 143 പ്രകാരം സുപ്രീം കോടതി എടുത്ത നിലപാടിനെ, നടപടിയെ പരസ്യവേദിയിൽ ഉപരാഷ്ട്രപതി ചലഞ്ച് ചെയ്യാണ്. 1 അല്ല 3 പരിപാടികളിൽ. അപ്പോൾ ഒരു കോടതി അലക്ഷ്യം തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇതിൻ്റെ പേരിൽ തുടർന്ന് നടക്കുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ബെഞ്ചിൽ നിന്നും ഉപരാഷ്ട്രപതിക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്കെതിരെ ഒരു കോടതി അലക്ഷ്യം എന്നുള്ള നിലയിൽ ഒരു പരാമർശം വന്നാൽ എന്താവും സ്ഥിതി? അങ്ങനെ അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വ്യക്തമായ തെളിവാണ്. സുപ്രീം കോടതിയുടെ ഭരണഘടന നടപടിക്രമങ്ങളെ പരസ്യവേദിയിൽ ചലഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു കീഴ്വഴക്കമില്ല. ഉപരാഷ്ട്രപതിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് റെഫറൻസ് എന്നുള്ള നിലയിൽ ഈ വിഷയത്തിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇനി അതല്ല, ഇത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, ഒരു ഘട്ടം ഇവർ പറയുന്നത് എന്താ? കോൺഗ്രസുമായി തർക്കമുണ്ടായിരുന്നു. സ്വാഭാവികമായും ഉപരാഷ്ട്രപതിക്ക് തർക്കമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വന്നിട്ടുള്ള ഇത്തവണ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള നടപടിക്രമം പാർലമെൻറ്റിലെ അംഗസംഖ്യ മാറി. അഭിലാഷേ, അംഗസംഖ്യ മാറി.
അങ്ങനെ നിഷേധിച്ചൊന്നും ഏകപക്ഷീയമായി BJPയും RSSും പറയുന്നതിനനുസരിച്ച് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരുപക്ഷെ ഉപരാഷ്ട്രപതി ആദ്യ കാലങ്ങളിൽ എടുത്ത നടപടിക്രമങ്ങളിൽ നിന്ന് വിരുദ്ധമായി ഇപ്പോൾ കുറെ കൂടി പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തു എന്ന് BJPക്കും RSSനും തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ സഭയിൽ തുറക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ ഈ പടിയിറങ്ങാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നത് അല്ലേ? അപ്പൊ അതിൻ്റെ അകത്ത് ദുരൂഹത ആരോപിക്കുന്നില്ല. എവിടെയാണ് തെറ്റഭിലാഷേ? സക്കീർ ഹുസൈൻ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് ഒരു സെക്കൻഡ് അഭിലാഷ്, ഒരു സെക്കൻഡ്. ഡോക്ടർ സക്കീർ ഹുസൈൻ രാഷ്ട്രപതി പദവിയിൽ ഇരുന്ന് മരണപ്പെടുന്ന സാഹചര്യത്തിലാണ് VV ഗിരി ഇടക്കാല ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നത്. ആ സന്ദർഭത്തിൽ മാത്രമാണ് ഉപരാഷ്ട്രപതി പദത്തിൽ നിന്നും ഒരാൾ മാറിയിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനൊരു കോൺട്രവേഴ്സി ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഇതംപ്രദമായി രാജ്യത്ത് കാണുന്ന ഒരു നടപടിക്രമം എന്നുള്ള നിലയിൽ രാജ്യത്തിനാകെയുള്ള സംശയം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു, ഇന്ത്യയിലെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. അത് ദൂരീകരിക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം ഉപരാഷ്ട്രപതിയായിട്ടുള്ള ധൻഖറിനാണുള്ളത്. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. ചെയ്യാൻ BJPയും സംഘപരിവാർ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും അത് അനുവദിച്ചിട്ടില്ല. ധൻഖർ എന്തുകൊണ്ട് പറയുന്നില്ല? മുൾമുനയിൽ നിൽക്കും. ഉപരാഷ്ട്രപതിക്ക് പോലും സ്വാഭാവികമായും ചില സംശയങ്ങൾ കൊടുക്കാത്ത ഇതിനെയാണ് സ്വേച്ഛാധിപത്യം എന്നും നമ്മൾ ഫാസിസം എന്നൊക്കെ പറയുന്നത്.